സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഇടപെടാറുള്ള താരപുത്രിയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ. മറ്റു 3 സഹോദരിമാരെ പോലെ സിനിമയിൽ അരങ്ങേറിയിട്ടില്ലെങ്കിലും കൃഷ്ണ സിസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദിയ കൃഷ്ണയ്ക്ക് തന്നെയാണ്. ഈ വരുന്ന സെപ്റ്റംബറിൽ വിവാഹിതയാവാൻ പോകുന്ന ദിയ സാമൂഹ്യ മാധ്യമങ്ങളിലെ സജീവ താരം തന്നെയാണ്. സുഹൃത്തായ അശ്വിൻ ഗണേഷാണ് ദിയയുടെ വരൻ. അശ്വിൻ്റെ കുടുംബം കൃഷ്ണകുമാറിൻ്റെ വീട്ടിലേക്ക് ഔദ്യോഗികമായി പെണ്ണ് കാണൽ ചടങ്ങിനെത്തിയ ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു. ഓസിയുടെ സന്തോഷം ഞങ്ങളുടെയും സന്തോഷം എന്ന അടിക്കുറിപ്പോടെയായിരുന്നു കൃഷ്ണകുമാർ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടെത്തിയത്. വിവാഹം ഉറപ്പിച്ച ശേഷം ദിയയ്ക്കൊപ്പം എല്ലാ ചടങ്ങിലും അശ്വിനും പങ്കാളിയാകാറുണ്ട്. അത്തരത്തിൽ ഇരുവരും അടുത്തിടെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അവിടെ വെച്ച് സദ്യ കഴിക്കാനായി പന്തിയിലിരുന്നപ്പോൾ അശ്വിനുമായി നടത്തിയ ചെറിയൊരു സംഭാഷണം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷഭാഷയിൽ വിമർശനത്തിന് കാരണമായി മാറിയിരിക്കുകയാണ്. ഇല വിരിച്ച് രണ്ടുപേരും സദ്യയ്ക്കായി കാത്തിരിക്കുകയാണ്. അതിനിടയിൽ അശ്വിനോട് നല്ല നായർ സദ്യ കഴിക്കാൻ റെഡിയാണോ എന്ന് ദിയ കൃഷ്ണ ചോദിക്കുന്നതും അശ്വിൻ ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ നല്ല തിരക്കുള്ളപ്പോൾ സദ്യയ്ക്ക് കഴിക്കാൻ സ്വീറ്റ്സ് കിട്ടുന്നതാണെന്ന് അശ്വിൻ പറയുന്നതും കാണാനാകും. അതിനുശേഷം സദ്യയിലെ ഏറ്റവും ഫേവറേറ്റ് ഏത് വിഭവമാണെന്നുമെല്ലാം ദിയ അശ്വിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ദിയ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെത്തിയത്. എന്നാൽ പലരും ഇതേ വീഡിയോ എടുത്ത ദിയ കൃഷ്ണയെ വിമർശിക്കുന്നുമുണ്ട്. അതിന് കാരണം നല്ല നായർ സദ്യ കഴിക്കാൻ റെഡിയാണോ എന്ന് കാമുകനോട് ചോദിച്ചു എന്നത് തന്നെയാണ്. ജാതി പറഞ്ഞു എന്നതാണ് ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ താരപുത്രിയെ അച്ഛൻ്റെ രാഷ്ട്രീയം ഉൾപ്പെടെ എടുത്ത ആളുകൾ വിമർശിക്കുന്നുമുണ്ടിപ്പോൾ. വിതച്ചതും കൊയ്തതും നായർ മാത്രമാണോ? കഷ്ടം തന്നെ. നായർ സദ്യ ചോറിൽ എന്താ നായരെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? സദ്യയ്ക്ക് വരെ ജാതി പേരായോ? ഇതുപോലത്തെ ഡിസ്ക്രിമിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും ഇവളുടെ അച്ഛൻ ഇലക്ഷനിൽ തോറ്റ് തുന്നം പാടിയത്. ദയവ് ചെയ്ത് ഭക്ഷണത്തെയെങ്കിലും വെറുതെ വിടും. വേണമെങ്കിൽ നിങ്ങൾ ചാണകത്തെ നായരെന്നോ എന്ത് വേണമെങ്കിലും വേർതിരിച്ചോളൂ. ഇലയിട്ട് സദ്യ കഴിക്കുന്നു, വർഗീയത ശബ്ദിക്കുന്നു എന്നിങ്ങനെ നീളുന്നു ദിയയെ വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ. അടുത്തിടെ കൃഷ്ണകുമാറിന് വീട്ടിൽ പറമ്പ് വൃത്തിയാക്കാനെത്തിയ പണിക്കാർക്ക് പഴങ്കഞ്ഞി മുറ്റത്ത് കുഴി കുത്തി ഇല വെച്ച് നൽകിയ അനുഭവം പറഞ്ഞതിൻ്റെ പേരിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനം ലഭിച്ചിരുന്നു. പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നതിനിടയിലായിരുന്നു നടൻ കൃഷ്ണകുമാർ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അന്ന് അച്ഛനെ പിന്തുണച്ചുകൊണ്ട് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ദിയ കൃഷ്ണയും വിമർശനം കേൾക്കേണ്ടി വന്നിരുന്നു.